Hi dear friends, welcome back to our English class. I am Sunny Sebastian, your English teacher. Pronouns നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിൻ്റെ ഒരു റിവിഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രൊനൗൺസ് ആൻഡ് കേസ്. പ്രോ എന്ന് വെച്ചാൽ ഒരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഫോർ അല്ലെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ്. ഫോർ എന്ന് വെച്ചാൽ വേണ്ടി, ഇൻസ്റ്റെഡ് ഓഫ് എന്ന് വെച്ചാൽ പകരം. നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കിനെയാണ് നമ്മൾ പ്രൊനൗൺ എന്ന് പറയുന്നത്. എ പ്രൊനൗൺ ഈസ് എ വേർഡ് that is used instead of a noun. Example, Adul is my son. Adul is in 5th standard. Okay, Adul is my son. He is studying in 5th standard. Okay, Sunila is my wife. Sunila has many friends. Sunila is my wife and she has many friends. Okay, അപ്പോൾ ഇവിടെ അതുൽ സുനില എന്നൊക്കെ പറഞ്ഞാൽ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ പേര്, ഈ നെയിം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൺകുട്ടികൾക്കാണെങ്കിൽ ഹീ ഉപയോഗിക്കുന്നു, പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ ഷീ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഹീ ഷീ എന്ന് പറയുന്നതൊക്കെയാണ് പ്രൊനൗൺസ് ആയിട്ട് വരുന്നത്. ഓക്കെ, പേഴ്സണൽ പ്രൊനൗൺസിനെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 3ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ സ്പീക്കിംഗ്, സംസാരിക്കുന്നയാൾ, അതിൽ ഐ ആൻഡ് വി. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സംസാരിക്കണമെങ്കിൽ കേൾക്കാനായിട്ട് ഒരാൾ വേണമല്ലോ, അപ്പോൾ കേൾക്കുന്നയാളാണ് സെക്കൻഡ് പേഴ്സൺ, അത് യു. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അതാണ് തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ. അത് ദ പേഴ്സൺ സ്പോക്കൺ ഓഫ്. ഓക്കെ, സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ സ്പോക്കൺ ടു. തേർഡ് പേഴ്സൺ ദ പേഴ്സൺ സ്പോക്കൺ ഓഫ്. നമ്മൾ ആരെക്കുറിച്ചാണ് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അതാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ഹീ, ഷീ, ഇറ്റ്. അതിൻ്റെ പ്ലൂറലാണ് ദേ. അപ്പോൾ പേഴ്സണൽ പ്രൊനൗൺസ് ടോട്ടൽ 7 ഉണ്ട്. 7 ആർ ദെയർ. ഓക്കെ, ഈ 7 പേഴ്സണൽ പ്രൊനൗൺസും നമ്മൾ സെൻറ്റൻസിൽ പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ കേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മാനർ ഇൻ വിച്ച് എ നൗൺ ഓർ പ്രൊനൗൺ ഈസ് യൂസ്ഡ് ഇൻ എ സെൻറ്റൻസ് ഈസ് കോൾഡ് ഇറ്റ്സ് കേസ്. ഓക്കെ, അപ്പോൾ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊനൗൺ അല്ലെങ്കിൽ നൗൺ ഒരു സെൻറ്റൻസിൽ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു, ആ ഉപയോഗിച്ചിരിക്കുന്ന രീതിക്കാണ് നമ്മൾ കേസ് എന്ന് പറയുന്നത്. Pronouns have 3 cases: nominative case, subjective form; accusative case, objective form; possessive case to show ownership. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. കേസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോമിനേറ്റീവ് കേസ് എന്ന് പറഞ്ഞാൽ എ നൗൺ ഓർ പ്രൊനൗൺ യൂസ്ഡ് ആസ് എ സബ്ജക്റ്റ് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ നൗൺ അല്ലെങ്കിൽ പ്രൊനൗണിനെ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ നോമിനേറ്റീവ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് എപ്പോഴാണ് എവിടെയാണ് വരുന്നത്? ബിഫോർ എ വെർബ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് വരുന്നത് ആഫ്റ്റർ എ വെർബ്. അപ്പോൾ സെൻറ്റൻസ് ആരംഭിക്കുന്നത് സബ്ജക്റ്റിലാണ്. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ദീസ് ആർ ദ പേഴ്സണൽ പ്രൊനൗൺസ് ഇൻ നോമിനേറ്റീവ് കേസ്, അതായത് സബ്ജക്റ്റ് ഫോം. സബ്ജക്റ്റായിട്ട് വരുന്നത് ഈ ഫോംസ് ഒക്കെയാണ്. ഐ ആം ഫ്രീ നൗ. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഐ നോ ഹിം. ഐ ഹാവ് എ ഡോഗ്. We are happy. We are teachers. We have many students. We teach them. We know their talents. You are my friend. You are a nice boy. You have no class tomorrow. Don't you have common sense? ഐ എന്ന് വെച്ചാൽ ഞാനെന്ന്, എനിക്കെന്ന് അർത്ഥമുണ്ട് മലയാളത്തിൽ. ഐ ആം ഫ്രീ നൗ, ഞാനിപ്പോൾ ഫ്രീ ആണ്. ഐ നോ ഹിം, എനിക്ക് അവനെ അറിയാം. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്ത് ഞാനെന്ന് വരുന്നു, മറ്റൊരു സ്ഥലത്ത് സെൻറ്റൻസിൽ എനിക്കെന്ന് വരുന്നു. ഓക്കെ, ഐ ഹാവ് എ ഡോഗ്, എനിക്കൊരു പട്ടിയുണ്ട്. വി ആർ ഹാപ്പി, ഞങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ, വി ഹാവ് മെനി സ്റ്റുഡൻസ്, ഞങ്ങൾക്ക് ഒത്തിരി കുട്ടികളുണ്ട്. ഓക്കെ, സ്റ്റുഡൻസ് ഉണ്ട്. വി നോ ദെയർ ടാലൻസ്, ഞങ്ങൾക്ക് അവരുടെ ടാലൻസ് അറിയാം. ഓക്കെ, അപ്പം ഞങ്ങൾ എന്നർത്ഥമുണ്ട്, ഞങ്ങൾക്ക് എന്നർത്ഥമുണ്ട്. അതുപോലെ യു, നീ. യു ആർ മൈ ഫ്രണ്ട്, നീ എൻ്റെ കൂട്ടുകാരനാണ്. യു എന്ന് പറഞ്ഞാൽ സിംഗുലറാണ്, പ്ലൂറലുമാണ്. നീ എന്നർത്ഥമുണ്ട്, നിങ്ങളെന്നർത്ഥമുണ്ട്. അതുപോലെ ചില സമയത്ത് നിനക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നുള്ള അർത്ഥം ഉണ്ടാവും. ഓക്കെ, യു ഹാവ് നോ ക്ലാസ് ടുമോറോ, നിങ്ങൾക്ക് നാളെ ക്ലാസ് ഇല്ല. ഡോണ്ട് യു ഹാവ് കോമൺ സെൻസ്, നിനക്ക് കോമൺ സെൻസ് ഇല്ലേ ചോദിക്കുകയാണ്, നെഗറ്റീവ് ചോദ്യം. ഹീ എന്ന് വെച്ചാൽ അവൻ എന്നർത്ഥമുണ്ട്, അവന് എന്നർത്ഥമുണ്ട്. ഹീ ഈസ് മൈ ബ്രദർ, അവൻ എൻ്റെ ബ്രദറാണ്. അതുപോലെ ഹീ ലൈക്സ് ആപ്പിൾസ്, അവന് ആപ്പിൾസ് ഇഷ്ടമാണ്. ഷീ ഈസ് മൈ സിസ്റ്റർ, അവൾ എൻ്റെ സഹോദരിയാണ്. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ, അവൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നു. ഷീ ഹാസ് നോ ഹൗസ്, അവൾക്ക് വീടില്ല. ഷീ നോസ് യു, അവൾക്ക് നിന്നെ അറിയാം. ഇറ്റ്സ്,
ഇറ്റ്സ് മീൻസ് ഇറ്റ് ഈസ് അല്ലെങ്കിൽ ഇറ്റ് ഹാസ്. ഓക്കെ, അപ്പോസ്ട്രോഫി എസ് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എന്ന് വായിക്കും, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് എന്ന് വായിക്കാം. ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. ഇറ്റ്സ് നൈസ്. ഇറ്റ്സ് ഫാർ അവേ. ഇറ്റ് ഹാസ് നോ കളർ. ഓക്കെ, ഇത് അല്ലെങ്കിൽ ഇതിന് ഒരു കളറില്ല. ഇറ്റ് ഹാസ് എ നൈസ് സ്മെൽ. ഇതിന് ഒരു നല്ല മണമുണ്ട്. ദേ എന്ന് വെച്ചാൽ അവർ അല്ലെങ്കിൽ അവർക്ക്. ദേ ആർ റെഡി. അവർ റെഡിയാണ്. ദേ ആർ ഹിയർ. അവരിവിടെയുണ്ട്. ദേ ഹാവ് എക്സാം ടുഡേ. അവർക്ക് ഇന്ന് എക്സാം ഉണ്ട്. ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അവർക്കത് ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ അവർ എന്നർത്ഥമുണ്ട്, അവർക്ക് എന്നർത്ഥമുണ്ട്. അപ്പോൾ കുട്ടികൾക്ക്, സ്റ്റുഡൻസിന് അർത്ഥം ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മലയാളത്തിലും കൂടി എഴുതിയത്. അപ്പോൾ പിള്ളേരത് കുറച്ച് സെൻറ്റൻസുകൾ ഇത് ആദ്യമേ അർത്ഥം വായിച്ച് പഠിക്കുക, മനസ്സിലാക്കാൻ നോക്കുക, എന്നിട്ട് അതനുസരിച്ച് കുറച്ച് സെൻറ്റൻസുകൾ തന്നെത്താനെ ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കണം. ഓക്കെ, ഒരു പ്രോനൗണിനെ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്നതാണ്, അതാണ് നോമിനേറ്റീവ് കേസ്. അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് അക്വസേറ്റീവ് കേസാണ്. അക്വസേറ്റീവ് കേസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഫോം. ഒരു പ്രോനൗണിനെ അല്ലെങ്കിൽ നൗണിനെ നമ്മൾ ഒബ്ജക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഓക്കെ, noun or pronoun used as object of a verb or preposition is in accusative case. ഓക്കെ, അപ്പോൾ ഒരു വെർബിന് ശേഷമാണ് നമ്മൾ ഒബ്ജക്റ്റ് ഫോം ഉപയോഗിക്കുന്നത്. ഒബ്ജക്റ്റ് ഫോം വരുന്നത് ആഫ്റ്റർ എ വെർബ് അല്ലെങ്കിൽ ആഫ്റ്റർ എ പ്രപ്പോസിഷനാണ്. ഒരു പ്രപ്പോസിഷന് ശേഷം അല്ലെങ്കിൽ ഒരു വെർബിന് ശേഷമാണ് ഒബ്ജക്റ്റ് ഫോം വരുന്നത്. സബ്ജക്റ്റ് ഫോം എവിടെ വന്നത്? വെർബിന് മുൻപിൽ വന്നു. ഓക്കെ, ഒബ്ജക്റ്റ് ഫോം വരുന്നത് ഒരു വെർബിന് ശേഷം. ഓക്കെ, വി നോ ഹിം. ഓക്കെ, ഞങ്ങൾക്ക് അവനെ അറിയാം. ദേ ഹെൽപ്ഡ് മീ. ഓക്കെ, ഇറ്റ്സ് ഫോർ യു. അപ്പോൾ ഫോർ എന്നുള്ള പ്രപ്പോസിഷന് ശേഷം, പ്രപ്പോസിഷൻ ഉണ്ടെങ്കിൽ അതിന് ശേഷം വരുന്നത് നമുക്ക് ഒബ്ജക്റ്റ് ഫോം ആയിരിക്കണം. ഇറ്റ്സ് ഫോർ യു, ഇറ്റ്സ് ഫോർ ഹിം, ഇറ്റ്സ് ഫോർ മീ, ബിറ്റ്വീൻ യു ആൻഡ് മീ ആണ്. ബിറ്റ്വീൻ യു ആൻഡ് മീ, ബിറ്റ്വീൻ മീ ആൻഡ് ഹിം എന്നൊക്കെ വേണം നമ്മൾ ഉപയോഗിക്കുന്നത്. ദർ ഇസ് നോ പ്രോബ്ലം ബിറ്റ്വീൻ യു ആൻഡ് മീ. വിത്ത് ഹിം, ബിഹൈൻഡ് ഹിം, ബൈ ഹിം, വിത്തൗട്ട് ഹെർ. ഓക്കെ, അപ്പോൾ അതുപോലെ പ്രപ്പോസിഷന് ശേഷം നമ്മൾ പ്രോനൗൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അക്വസേറ്റീവ് ഫോം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഫോം ഓഫ് പേഴ്സണൽ പ്രൊനൗൺസ് ആണ് മീ, അസ്, യു, ഹിം, ഹെർ, ഇറ്റ്, ദം. ഓക്കെ, ഹി കോൾഡ് മീ, ഷീ ഹെൽപ്ഡ് അസ്, ഐ നോ യു, ഷീ ടോൾഡ് ഹിം ദാറ്റ്, വി ആസ്ക്ഡ് ഹെർ, ഐ ലൈക്ക് ഇറ്റ്, വി സോ ദം. ഞങ്ങൾ അവരെ കണ്ടു. അപ്പോൾ ഒബ്ജക്റ്റ് ഫോം വന്നിരിക്കുന്നത് എവിടെയാണ്? ഓരോ ട്രാൻസിറ്റീവ് വെർബിന് ശേഷമാണ് നമ്മൾ ഒബ്ജക്റ്റ് ഫോം ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, സബ്ജക്റ്റ് വന്നത് എവിടെയാണ്? ഒരു വെർബിന് മുൻപിൽ. ഒബ്ജക്റ്റ് വരുന്നത് എവിടെയാണ്? വെർബിന് ശേഷം. ചെറിയ വാക്കുകളിലേക്ക് അർത്ഥം മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കണം. ഓക്കെ, ഹി കോൾഡ് മീ, അവൻ എന്നെ വിളിച്ചു. ഷീ ഗേവ് മീ എ പെൻ, അവൾ എനിക്ക് ഒരു പേന തന്നു. ഓക്കെ, മലയാളത്തിൽ അപ്പോൾ ഇങ്ങനെ ചില അർത്ഥവ്യത്യാസം ഉണ്ടാവും. എന്നെ അല്ലെങ്കിൽ എനിക്ക് എന്നുള്ള അർത്ഥം നമ്മൾ ഒബ്ജക്റ്റ് ഫോമിൽ വരാറുണ്ട്. ഓക്കെ, അതുപോലെ പ്രപ്പോസിഷന് ശേഷം ഒരു ഒബ്ജക്റ്റ് ഫോം ഉപയോഗിക്കുക. ഇറ്റ്സ് ഫോർ യു, ഇറ്റ്സ് ഫോർ മീ, ഇറ്റ്സ് ഫോർ ഹിം, ഇറ്റ്സ് ഫോർ അസ്, ലൈക്ക് ദാറ്റ്. പൊസസീവ് കേസ് ഈസ് യൂസ്ഡ് ടു ഷോ ഓണർഷിപ്പ് ഓർ പൊസഷൻ. ഓക്കെ, നമ്മൾ അപ്പോസ്ട്രോഫി എസ് ഒക്കെ ഇട്ടുകൊണ്ട് ചെയ്യുന്നതാണ് പൊസസീവ് കേസാണ്. ഓക്കെ, മൈ എൻ്റെ, അവർ നമ്മുടെ, യുവർ നിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ, ഹിസ് അവൻ്റെ, ഹർ അവളുടെ, ഇറ്റ്സ് ഇതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ, ദെയർ അവരുടെ. ഓക്കെ, ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിന് പകരം നിൽക്കുന്ന പ്രോനൗണാണ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എന്നൊക്കെ അർത്ഥം വരാം. ദെയർ, THEIR, ദെയർ അവരുടെ. ദാറ്റ്സ് മൈ ബുക്ക്, ദാറ്റ്സ് അവർ സ്കൂൾ, ഇറ്റ്സ് യുവർ പെൻ, ഇറ്റ് ഈസ് നോട്ട് ഹിസ് ബാഗ്, that is her bag, I like its color, I like its smell, its color ഇതിൻ്റെ കളർ, its smell ഇതിൻ്റെ മണം, that is their house, he is their child അത് അവരുടെ വീടാണ്, അവൻ അവരുടെ കുട്ടിയാണ്. 3 കേസും ഇതുപോലെ വായിച്ച് പഠിക്കാനായിട്ട് നോക്കണം കേട്ടോ. നോമിനേറ്റീവ്, അക്വസേറ്റീവ് ആൻഡ് പൊസസീവ്. ഐ, മീ, മൈ, വി, അസ്, അവർ, യു, യുവർ, ഹി, ഹിം, ഹിസ്, ഷീ, ഹെർ, ഇറ്റ്, ഇറ്റ്സ്, ദേ, ദം, ദെയർ. പൊസസീവ് കേസിനെ നമ്മൾ പൊസസീവ് അഡ്ജക്റ്റീവ് എന്നും പറയാറുണ്ട്. കാരണം അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ മൈ എന്നുള്ളത്, ഇപ്പോൾ മൈ ബുക്ക് എന്ന് പറഞ്ഞാൽ ബുക്കിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, അവർ സ്കൂൾ, അവർ ഹൗസ്. ഒരു നൗണിൻ്റെ കൂടെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് അഡ്ജക്റ്റീവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഹിസ് ഫാദർ, ഹിസ് ബാഗ്, ഹിസ് ഹൗസ്, ഹിസ് ജോബ്, ഹെർ ചൈൽഡ്, ഇറ്റ്സ് കളർ, ദെയർ ഹൗസ്. അപ്പോൾ ഈ പൊസസീവ് പ്രൊനൗൺസ് നമ്മൾ ഒരു നൗണിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനെ പൊസസീവ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൈൻ, അവേഴ്സ്, യുവേഴ്സ്, ഹിസ്, ഹേഴ്സ്, ദേഴ്സ് എന്ന് പറയുന്നത് ഒരു പൊസസീവ് പ്രൊനൗൺ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് മൈ ബുക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ്സ് മൈൻ എന്നും പറയാം.
മൈൻ മീൻസ് എൻ്റേത്, അവേഴ്സ് നമ്മുടേത്, യുവേഴ്സ് നിൻ്റേത് അല്ലെങ്കിൽ നിങ്ങളുടേത്, ഹിസ് തന്നെ, ഹെയേഴ്സ് അവളുടേത്, ദേഴ്സ് അവരുടേത്. ഓക്കെ. ഇറ്റ്സ് അവർ ക്യാഷ്, ഇറ്റ്സ് അവേഴ്സ് ഇത് നമ്മുടേതാണ്. ഇറ്റ്സ് യുവർ പെൻ, ഇറ്റ്സ് യുവേഴ്സ് ഇത് നിൻ്റേതാണ്, ഇറ്റ്സ് യുവേഴ്സ്. ഇറ്റ് ഈസ് ഹിസ് ബാഗ്, ഇറ്റ് ഈസ് ഹിസ്. ഓക്കെ, ഇറ്റ് ഈസ് ഹിസ് ബാഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹിസ്. ഓക്കെ, ദാറ്റ് ഈസ് ഹെയർ ബുക്ക്, ദാറ്റ് ഈസ് ഹെയർസ്. ദാറ്റ് ഈസ് ദെയർ ഹൗസ്, ദാറ്റ് ഈസ് ദേഴ്സ് അങ്ങനെ പറയാം. ഓക്കെ. പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ മറ്റൊരു ഉപയോഗമാണ് സെൽഫ് ഫോം. ഓക്കെ, അതായത് സെൽഫ് ചേർത്തുള്ള ഫോം. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? വെൻ ബോത്ത് ദ സബ്ജക്റ്റ് ആൻഡ് ദ ഒബ്ജക്റ്റ് ആർ ദ സെയിം പേഴ്സൺ, സെയിം, വി യൂസ് സെൽഫ് ഫോം. സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരാൾ തന്നെ ആകുമ്പോൾ അതിന് സെൽഫ് ഫോമാണ് ഉപയോഗിക്കുന്നത്. പ്രവൃത്തി ചെയ്യുന്നയാളും അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആളും ഒരാൾ തന്നെയാണെങ്കിൽ സെൽഫ് ഫോം ഉപയോഗിക്കുന്നു. ഓക്കെ, വെൻ ദ ആക്ഷൻ റിട്ടേൺസ് ടു ദ ഡൂവർ വി യൂസ് സെൽഫ് ഫോം. ഓക്കെ. He cheated himself. Okay. She loved herself. He cheated himself എന്ന് വെച്ചാൽ അവനെ തന്നെ ചീറ്റ് ചെയ്തു. അവൻ ആരെ ചീറ്റ് ചെയ്തത്? അവനെ തന്നെ ചീറ്റ് ചെയ്തു. ഓക്കെ. ഷീ ലവ്ഡ് ഹെർസെൽഫ്. അവൾ ആരെ സ്നേഹിച്ച്? അവളെ തന്നെ സ്നേഹിച്ചു. ഓക്കെ. ദേ പണിഷ്ഡ് ദംസെൽസ്. അവരെ തന്നെ പണിഷ് ചെയ്തു. ഐ ആസ്ക്ഡ് മൈസെൽഫ്. ഞാൻ ആരോട് ചോദിച്ചു? എന്നോട് തന്നെ ചോദിച്ചു. ഓക്കെ. അപ്പോൾ ഐ ആസ്ക്ഡ് മീ എന്നല്ല പറയണ്ടേ, ഐ ആസ്ക്ഡ് മൈസെൽഫ്. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഒരാൾ തന്നെ ആകുമ്പോൾ സെൽഫ് ഫോം വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. യുവർ സെൽഫ് നീ തന്നെ, യുവർ സെൽസ് നിങ്ങൾ തന്നെ. ഓക്കെ. സെർവ് യുവർ സെൽഫ്, സെർവ് യുവർ സെൽസ്. SELF എന്ന് വെച്ചാൽ സിംഗുലറാണ്, അതിൻ്റെ പ്ലൂറലാണ് SELVES, സെൽസ്. ഓക്കെ, അവർ സെൽസ്. അപ്പോൾ യു എടുക്കുമ്പോൾ നമുക്ക് യുവർ സെൽഫ് ഉണ്ട്, യുവർ സെൽസ് ഉണ്ട്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ കുറച്ച് സെൻറ്റൻസുകൾ സ്വന്തമായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് പരിശ്രമിക്കണം. ഓക്കെ, സ്വന്തമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കുള്ളൂ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് പരിശ്രമിക്കണം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മൈ ക്ലാസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പോൾ താല്പര്യമാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികൾക്ക്, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.